കൈ വെക്കുവാണെങ്കിൽ എപ്പോൾ കടി കിട്ടുന്ന ചോദിച്ചാൽ അത് വേണേ ധൈര്യം സംഭരിച്ച് വേണം നിൽക്കാനായിട്ട്. നിങ്ങൾ ഒരെണ്ണത്തിന് ആരാപ്പമിക്ക് കൊടുക്കാനുള്ളത്. വീഡിയോ കാണുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ കാത്തു. നമ്മൾ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. വണ്ടി കയറ്റി പാർക്ക് ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിതേ കറക്റ്റ് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വണ്ടി കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഞാൻ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് മാത്രമേ വലിച്ചു വെച്ചിട്ടുള്ളൂ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻസിലേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മുടെ വണ്ടിയുടെ പുറകിൽ വെറൈറ്റികളായിട്ടുള്ള കുറച്ച് സാധനമുണ്ട് ഇവിടെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വഴിക്ക് പോയപ്പോഴേക്കും മനാഫിയാട്ടം വിളിച്ചിട്ട് പറഞ്ഞ് സെബിനെ കടയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം വന്നിട്ടുണ്ട്, പെട്ടെന്ന് വരുവാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുന്നതിന് തരാമെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, വീട്ടിൽ വന്നിട്ട് നമ്മുടെ കൂടെ എടുത്തുകൊണ്ട് പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നു. ഇത് നമ്മുടെ വണ്ടിയുടെ പുറകിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്നാ സാധനത്തിനാണ് ഞാൻ മേടിച്ചത് കാണിച്ചു തരാം. അതിന് മുമ്പ് പപ്പയും മമ്മിയൊക്കെ ഇപ്പോൾ നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉച്ച കഴിഞ്ഞുള്ളൂ, അപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ മമ്മിയൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് മമ്മീനെ ഞാനിപ്പോൾ കാണിക്കുന്നില്ല. മമ്മിയൊക്കെ നല്ല ഉറക്കമായിരുന്നു. പപ്പയോ? പപ്പയും ഉറങ്ങിയില്ല. അഞ്ചും ഉറങ്ങിയോടി? അവളുടെ മോഹം കണ്ടാൽ തന്നെ അവള് നല്ല സൂപ്പർ ഉറക്കമായിരുന്നു. ബാ, ഒരു സാധനമുണ്ട് മമ്മി, പെട്ടെന്ന് വാ, റെഡി ആയിട്ട്. നമ്മളൊരു വെറൈറ്റി മഴയില്ല, ഇപ്പം നല്ല സമയമാണ്. പപ്പ നോക്കണ്ട, എന്നെ സാധനം കാണിച്ചു തരാം. ബാ, ഇപ്പോൾ കറക്റ്റായിട്ട് മഴയൊക്കെ തോർന്നിട്ട് ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ദൈവം സഹായിച്ച് എന്താണെങ്കിലും മഴയില്ല. അപ്പം മമ്മി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ പെട്ടെന്ന് ഒരു ഡ്രസ്സ് മാറിയിട്ട്, കാരണം ഈ ഡ്രസ്സ് ഇട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു വലിയൊരു സാധനത്തിന് മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ കിളിക്കൂട്ടിലോട്ട് പോകുന്നതിനുള്ള എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ടപ്പോഴേക്കും നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഞാൻ എന്ത് ഡയറ്റ് എടുക്കുന്നതെന്ന്. കാരണം ഫുഡ് കൺട്രോൾ ചെയ്യാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു സ്പെഷ്യൽ ഫുഡ് ഞാൻ കാണിച്ചത് ഇതുണ്ടോ. ഈ മീൻകറിയൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മസാല എണ്ണയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് എൻ്റെ ഡയറ്റിന് വരുന്നൊരു ഭാഗമാണ്. ഇത് കൂടാതെ എൻ്റെ ഡയറ്റിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷേക്ക് ഉണ്ട്. ഞാൻ രാവിലെയും വൈകിട്ടും എനിക്ക് ഇൻ കേസ് ഇടയ്ക്കൊക്കെ വിശക്കുവാണെങ്കിൽ ഞാൻ കഴിക്കുന്ന ഒരു സാധനം. ജെനുവിനായിട്ട് മമ്മി പറഞ്ഞു എൻ്റെ വണ്ണം കുറഞ്ഞിട്ടുണ്ടോ? ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. 5 മതി. 5 തന്നെ ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ കൂടി കാണുന്നത്. എൻ്റെ വയറ് കുറഞ്ഞിട്ടില്ലേ? ഇതുണ്ടോ, ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ 2 സൈഡും കുറഞ്ഞിട്ടുണ്ട്, ഇത്തിരി കട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് തന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന എൻ്റെ ഈ ഒരു മെയിൻ ഷേക്കാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആ ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വളരെ സിമ്പിളാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓട്സ്, ഞാൻ ഒരു 2 ടീസ്പൂൺ ഓട്സ് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ടുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ തരുന്ന സാധനം, അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഈ ഒരു മൈ ഫിറ്റ്നസിൻ്റെ പീനട്ട് ബട്ടറാണ്. ഇതിൻ്റെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ക്രഞ്ചി ഉണ്ട്, പിന്നെ നമ്മൾ വേറെ മേടിച്ച് വെച്ചിരിക്കുന്നത് ഇതുണ്ടോ, ഇതിൻ്റെ ക്രിസ്പി ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്മൂത്തി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 3 ഫ്ലേവർ ഞാൻ മാറി മാറി യൂസ് ചെയ്യണേ. ഞാനിപ്പോൾ തൽക്കാലം എടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ക്രഞ്ചിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ബ്ലെൻഡറിനകത്തോട്ട് നമ്മൾ ചെയ്തുണ്ടോ നമ്മുടെ പീനട്ട് ബട്ടർ 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. രാവിലെയും വൈകിട്ടും ഞാൻ ഈ ഒരു ഷേക്ക് കുടിക്കുന്നുണ്ട്. നമ്മുടെ പീനട്ട് ബട്ടർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മിച്ചം വരുന്ന പീനട്ട് ബട്ടർ നമുക്ക് ഒട്ടും കളയാനായിട്ടില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ മാത്രമല്ല, ഇപ്പോൾ ഇൻ കേസ് എനിക്ക് ഇടയ്ക്ക് വിശക്കുവാണെങ്കിൽ നമ്മുടെ വീറ്റ് ബ്രെഡിൽ ഇത് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ കഴിക്കാറുണ്ട്. അതിന് നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ക്രഞ്ചി ആയതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് കറക്റ്റ് പീനട്ട് ബട്ടർ കടിക്കാനായിട്ട് വരും. പിന്നെ അതിനകത്തുണ്ടല്ലോ നമ്മളൊരു റോബസ്റ്റ പഴം കൂടെ കട്ട് ചെയ്തിടും. അതിന് ശേഷം നമ്മൾ നിറച്ച് പാലും കൂടെ അങ്ങോട്ടേക്ക് ഒഴിക്കും. ഞാൻ ഇതിനകത്ത് യൂഷ്വലി 1 കപ്പ് പാലാണ് ആഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്മൂത്ത് റെഡി. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സ്മൂത്തിക്കകത്ത് ഞാൻ ഈ ഒരു മൈ ഫിറ്റ്നസിൻ്റെ പീനട്ട് ബട്ടർ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ പ്രോട്ടീൻ റിച്ച് ആണ്. നമ്മൾ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത് പ്രോട്ടീനാണ്. അതുപോലെ തന്നെ ഇത് വെജിറ്റേറിയൻ പ്രോഡക്റ്റ് ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിന് ഐഡിയൽ ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് വരുന്ന ബ്രൗൺ ഷുഗർ ആണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് കഴിക്കാവുന്നതാണ്. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഷുഗർ കട്ടിംഗ് ആണ് 4 മാസമായിട്ട്. ഇവരുടെ ഈ ഒരു ടാഗ്ലൈൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഓപ്പൺ ഫോർ എ ഫിറ്റ് ലൈഫ്, അതുപോലെ തന്നെ ഡോണ്ട് തിങ്ക് ജസ്റ്റ് ഈറ്റ്. കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ നിങ്ങൾ നല്ലൊരു ഡയറ്റ് ഫുഡ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പീനട്ട് ബട്ടർ 100% റെക്കമെൻഡ് ചെയ്യുവാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഈ പറഞ്ഞ മേടിക്കാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഇവിടെ ലിങ്കിൽ പോയാലിട്ട് മതി. നിങ്ങൾ മേടിക്കുന്ന സമയത്ത് നമ്മുടെ കോഡ് ഫിഷിംഗ് ഫ്രീക്സ് 10 എന്ന് പറഞ്ഞ കോഡ് എൻ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് 10% ഓഫ് കിട്ടും കേട്ടോ. അതുപോലെ ഉണ്ടല്ലോ ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് മേടിച്ച് ഉപയോഗിക്കാം. ഒരു കാര്യം ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് നേരെ വണ്ടിക്കകത്ത് പോയിട്ട് വണ്ടിക്കകത്ത് സാധനം എടുക്കാം. അതുവരെ ഉണ്ടല്ലോ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് നമ്മൾ എന്ത് സാധനത്തിനാണ് മേടിച്ചതെന്ന് കണ്ടിട്ട് കേട്ടോ. നമ്മളങ്ങനെ ഉണ്ടല്ലോ മനാഫിക്കയുടെ കടയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിളിക്കൂട്ടിലൂടെ കിളീനെ മേടിക്കാനായിട്ട് യാതൊരു പ്ലാനും ഇല്ല. പക്ഷേ ചേട്ടൻ പെട്ടെന്ന് വിളിച്ചിട്ട്
വിളിച്ചിട്ട് പറഞ്ഞു സെമിന ഇങ്ങനെ കുറച്ച് കിളി വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിളിയാണ്, കടയിൽ കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സെയിം ബ്രീഡ് കിട്ടത്തില്ല, അതുകൊണ്ട് താല്പര്യം ഉണ്ടെന്ന് മേടിച്ചോളാൻ പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ മഴയൊക്കെ ആയിട്ട് വേറെ വഴിക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് ചേട്ടൻ വിളിക്കുന്നത്. എന്നാൽ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, മേടിച്ചേക്കാന്ന് വിചാരിച്ചു. നമ്മൾ ചേട്ടൻ്റെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ റൈറ്റ് സൈഡിലോട്ട് വണ്ടി പാർക്ക് ചെയ്യട്ടെ. ശരിക്കും നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഫിഷിങ്ങിനൊക്കെ പോയി അതിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ചേട്ടൻ വിളിച്ചത്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി എവിടെ പാർക്ക് ചെയ്യും, ഇവിടെയൊക്കെ നിറച്ച് തിരക്കാണ്. ഇവിടെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് റിവേഴ്സ് ഇടാം. അപ്പോൾ നമ്മൾ എന്നാൾ വണ്ടിയോട് പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാ സാധനം വന്നതെന്ന് ഞാൻ നോക്കട്ടെ. ഫിഞ്ചിൻ്റെ വെറൈറ്റീസ് ആണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാം കേട്ടോ. എന്തായാലും ഭാഗ്യത്തിന് മഴ തോർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ വണ്ടി എവിടെയായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ചേട്ടൻ എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു വെറൈറ്റി കുറേ സാധനം ഉണ്ടെന്ന്. നമുക്ക് എന്നാ നോക്കാം കേട്ടോ. നിങ്ങൾ നോക്കുവാണെങ്കിൽ ചേട്ടൻ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫിഞ്ചസിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിളിക്കൂടിലെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളതും ഏറ്റവും ഭംഗിയുള്ളത് ഫിഞ്ചസ് തന്നെയാണ്. ചേട്ടാ ഉമ്മാരെൻ്റെ അടുത്ത് കാണിക്കുക കേട്ടോ. ഈ ഒരു കൂടിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫുള്ള് വെറൈറ്റി ഫിഞ്ചസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പേര് എനിക്കറിയാവുന്ന പേര് നമ്മുടെ ലോങ് ടൈലുണ്ട്, സ്റ്റാർ ഫിഞ്ച് ഉണ്ട്, പിന്നെ ഉമ്മ രസമുണ്ടല്ലോ. ഇതൊരു പേരല്ലേ? ഇത് ബ്രീഡാണോ? അതുപോലെ തന്നെ ഈ മറ്റേ മഞ്ഞ കളർ ഇത് സ്റ്റാർ അല്ലേ? പിന്നെ വെറൈറ്റി വേറെ എന്തെങ്കിലും? ഇതല്ലേ? ഇത് നമുക്ക് കിടപ്പുണ്ട്. ഇവന്മാർ ഇച്ചിരി കൂടെ വലുതാവും അല്ലേ? ശരിക്കും ഉണ്ടല്ലോ, ഞാൻ അതിനെ ഓരോന്നിനായിട്ട് പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. ചേട്ടാ ഇതെല്ലാം കൂടെ എത്ര വിലയുണ്ട്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവന്മാരെ എല്ലാം പിടിച്ച് മാറ്റിയിട്ട് ചേട്ടൻ കൂട്ടാവും, കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വെറൈറ്റി തന്നെ കിടക്കുന്നത്. ശരിക്കും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു സൈഡിൽ പാരഡൈസ് ഒരു പേരാണോ? മെയിൽ മാത്രമല്ലേ? ഇതിന്റെ വില തന്നെ ഉണ്ട്? ഇത് പൈസ 6 രൂപ അല്ലേ? ഓ, ഇത് നമുക്ക് ഇല്ലാത്ത കളറാണ് കേട്ടോ. കാരണം ഡയമണ്ട് ഡൗണിന്റെ റെഡ് കിടപ്പുണ്ട്. അതിന് പിടിച്ചാൽ ചേട്ടാ. ഓ അടിപൊളി. നമുക്ക് ഈ ഒരു കളർ നമ്മുടെ കിളിക്കൂട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ള ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ ഒരു കളർ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ മിക്സ് ബ്രീഡ് ആയിക്കോളൂ അല്ലേ? അത് കൊള്ളാം. നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഡയമണ്ട് ഡൗണിൻ്റെ ഇതിൻ്റെ ഒരു പേരെടുക്കാം. നമ്മുടെ വണ്ടിക്ക് നമ്മൾ കൂട് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ഈ കിളീനെ മേടിക്കാൻ തുടങ്ങിയ പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ഓരോ വെറൈറ്റീനെ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ടെംപ്റ്റേഷനാണ് മേടിക്കാനായിട്ട്. ഒരു കാര്യം ചേട്ടാ, ഇവനെ തൊട്ട് പിടിക്കാമോ? ഇത് കാണിച്ചേട്ടാ. അതിനെ ഞാൻ കാണിക്കാതെ. ഇത് കണ്ടല്ലോ, ഇവന്റെ വാലിലൊക്കെ നല്ല നീളമുണ്ട്. അതുപോലെ തന്നെ ഇത് മെയിലല്ലേ? ഇവന്റെ കയ്യെ ചെറുതായിട്ട് കടിക്കുന്നൊക്കെ ഉണ്ടല്ലോ. എന്നാടാ കടിക്കുന്നത്? നമുക്ക് ഇവനെ പയ്യെ ഇടാം കേട്ടോ. അയ്യോ ഇനിയിപ്പോൾ ഉണ്ടല്ലോ മനാസിയേട്ടൻ ഇതിനകത്ത് നിന്ന് കിളികളെ പിടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓരോന്നിനെ പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് കേട്ടോ. കാര്യം ഇതിനകത്ത് എല്ലാ കിളിയുടെ പേര് എനിക്കും അറിയത്തില്ല. അതെല്ലാം വെറൈറ്റിയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. അടിപൊളി. ഇത് കത്രോട്ട് അല്ലേ? അഡൽട്ട് മെയിലാണ് ബ്രീഡിംഗ് പെയർ. ഇത് എന്തോരം പ്രായം ഉണ്ടായിരിക്കും ഏകദേശം? ബ്രീഡിംഗ് പെയർ തന്നെ ആണോ? അഡൽട്ട് ആയതാണോ? എന്നെ രസമാണ് ഇവരെ കാണാനായിട്ട്. കൈയൊക്കെ പക്കായി നല്ല രസമുണ്ടല്ലേ. ഇത് മെയിലാണ് മെയിലാണല്ലേ? നമ്മുടെ കിളിക്കൂടിൽ ഇല്ലാത്തൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫീമെയിലിനെ കൂടെ ഞാൻ പിടിച്ച് കാണിക്കാവേ. ഓ, ഇത് ഫീമെയിൽ. പ്ലെയിൻ കളറായിരിക്കും. ഫീമെയിലിന് അത്രയും കളർ ഇല്ല അല്ലേ? നിങ്ങൾ ഇതിന് വേണ്ടി നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കഴുത്തിൽ ഒരു റെഡ് ടൈ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു മെയിൽ കുറച്ചുകൂടെ വലുതാണോ? ഓ അടിപൊളി. കറക്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? റെഡ് ടൈ കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, അടിപൊളി. അതിന്റെ മെയിലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മെയിലിന്റെ കഴുത്താലാണ് ഈ ഒരു റെഡ് ടൈ കാണുന്നത്. നെക്സ്റ്റ് സ്റ്റാർ ഫീമെയിൽ ആണല്ലോ ഇത്. അടിപൊളി. ഇത് ഫീമെയിൽ. ചേട്ടാ മെയിലിനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഇത് റെഡ് മെയിലല്ലേ? അടിപൊളി. അപ്പോൾ ചേട്ടൻ അതിനെ പിടിച്ചിട്ടുണ്ട്. ഇത് ഫീമെയിൽ. ഇത് യെല്ലോയുടെ ഫീമെയിൽ എക്സ്ട്രാ ആണോ? എന്നാൽ അതിനെ കിട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഒരാളെ മാത്രമായിട്ട് മേടിക്കാതിരിക്കുമ്പോഴേക്കും അവർക്ക് വിഷമായാലോ. കിളീനെ കാണിച്ചിരുന്നുണ്ടോ? നല്ല ഭംഗിയാണ്. ഇവിടെ ചുണ്ടൊക്കെ നോക്കി കടിക്കുന്ന കാണിച്ചില്ലേ? കടിക്കടാ. ഇതാണ് ഫീമെയിൽ അല്ലേ? ഓ, ഇതാണ് ഫീമെയിൽ കേട്ടോ, നമ്മുടെ ലോങ് ടൈലിൻ്റെ. അപ്പോൾ ചേട്ടന്മാർ ഈ കിടക്കുന്ന നാളത്തിനോട് പിടിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഓൾമോസ്റ്റ് നിറയാറായി. ഇതിനകത്തെല്ലാം വെറൈറ്റികളായിട്ടുള്ള ഫിഞ്ചസ് ആണ്. ഓ, ഇതിനെ കാണാൻ ഭംഗിയുണ്ടല്ലോ. ഇത് മെയിലല്ലേ? സുന്ദരനാണല്ലോ. അപ്പോൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കിളി കിടക്കുന്നുണ്ട്. അപ്പോൾ മനാസിയേട്ടനാണെങ്കിൽ ചെറിയൊരു കൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് അതിനൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഡയമണ്ട് ഡൗണിൻ്റെ റെഡ് എടുത്താലോ? അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിന് ഇട്ടിട്ടുണ്ട്. ഞാൻ മറ്റേതിന് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് റെഡ് പേര് നമ്മുടെ ഇല്ലാത്തതാണ്. ഡെയിലി കണ്ടോണേ, ഡെയിലി കണ്ടോ? ഇതിനൊരു ചെറിയൊരു നമ്മുടെ ജാവ ഫേണിൻ്റെ ഒരു കളർ അല്ലേ? നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടെ മേടിക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, മനാസിയേട്ടൻ ഇപ്പം ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് പ്രൈസ് പറയും കേട്ടോ. മനാസിക്ക് ടോട്ടൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്.
28,800 ഇതിന്റെ ടോട്ടൽ പ്രൈസ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പുതിയ എല്ലാവരും എടുത്ത് വണ്ടിക്കകത്ത് വെക്കാം. കിളിക്കൂട്ടി കൊണ്ട് അഴിച്ചു വിടുമ്പോഴേക്കും ഉമ്മാർ വന്നു കഴിയുമ്പോഴേക്കും ഒരു ഓളമായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഈ ഫിഞ്ചസിന്റെ കരച്ചിൽ രാവിലെ കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഇതിനകത്ത് ചിലതൊക്കെ നന്നായിട്ട് വിസിലടിക്കും. എന്നാൽ പോയി വാ. താങ്ക് യു. ഇതിലേക്കാവേ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ്. വീട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ ഇതുണ്ടോ ഫുള്ള് മഴയുടെ ക്ലൈമറ്റ് ആണ്. ഇവന്മാരെ കിളിക്കൂട്ടിലോട്ട് അഴിച്ചു വിട്ട് കഴിയുമ്പോഴേക്ക് ഇവന്മാർക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഫ്രീഡം ആയിരിക്കും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കുഞ്ഞ് കിളിക്കൂട്ടിൽ നിന്ന് നമ്മുടെ കിളിക്കൂട്ടിലോട്ട് അഴിച്ചു വിടുമ്പോഴേക്കും കിളികളിലൊക്കെ ആറ്റിറ്റ്യൂഡ് ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അത്രയും ദൂരത്തിൽ പറക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന നേരെ വീട്ടിൽ പോയിട്ട് ഇവന്മാരെ നമ്മുടെ കിളിക്കൂട്ടിലോട്ട് അഴിച്ചു വിടാൻ വേണ്ടി പോകാണ് കേട്ടോ. ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫിഷിങ്ങിൻ്റെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഇടുന്നതിൻ്റെ കാര്യം നമ്മുടെ മനാഫിയേട്ടറാണ് കേട്ടോ. ഫിഷിങ്ങിൻ്റെ വീഡിയോ പുറകെ വരുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി ചെല്ലാനത്ത് നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ചെല്ലാനത്ത് പോയിട്ട് അടിപൊളി ഒരു മീൻപിടുത്തമുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നാളെ വൈകുന്നേരം കൃത്യം 5 മണിക്ക് വരും കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, സാധനത്തിനെ കാണിച്ചു തരാം. ധൈര്യശാലികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ധൈര്യം സംഭരിച്ചു വേണം നിൽക്കാനായിട്ട്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ കിളിക്കൂട്ടിൽ ഏറ്റവും വെറൈറ്റികളായിട്ടുള്ള എന്തൊക്കെയാണ്? ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കിളി ഏതാ? ഏറ്റവും വെറൈറ്റികൾ ഉള്ള കിളി ഏതാ? ഫിഞ്ചസിന്റെ വെറൈറ്റികളെ കാണാൻ റെഡി ആയിട്ട് നിന്നു. അപ്പോൾ പറഞ്ഞോ എന്താ ഫിഞ്ചസിന്റെ വെറൈറ്റികൾ നമ്മൾ അടുത്ത് കണ്ടു കഴിയുമ്പോഴേക്കും കണ്ടോണം. ഇതുങ്ങളെ ഒന്ന് തുറന്നു നോക്കിയേ. ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ കാണാത്ത പല തരത്തിലുള്ള ഏതാ നമ്മൾ കാണാത്ത ഒരെണ്ണത്തെ കാണിച്ച്. മഞ്ഞ ചുണ്ട. എന്നെ കാച്ച ചുവന്ന വരെയുള്ളത്. പിന്നെ ഏത് ഇതെന്ന് പറയുന്നത് ഒരു പാരഡൈസ് വൈദയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവന്മാരെ ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഡയമണ്ട് ആണ് പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കിളി. മമ്മി വണ്ടിക്കാൻ നോക്കുക വേറെ എന്തെങ്കിലും ഉണ്ടോന്നേ. പിടിച്ചേ. റിങ്ങോ? അവരുടെ കല്യാണം കഴിഞ്ഞ എൻഗേജ്മെന്റ് റിങ്. ഇനിയിപ്പോണല്ലോ നമ്മൾ ഇവരെ ആയിട്ട് നേരെ നമ്മുടെ അരാപ്പയ്മയുടെ കൂട്ടിലോട്ട് പോവാണ്. ഇതിനകത്ത് ഒരു കിളീനെ അരാപ്പയ്മയ്ക്ക് കൊടുക്കാനുള്ള, ഇതിനകത്ത് ഒരെണ്ണത്തിന് അരാപ്പയ്മയ്ക്ക് കൊടുക്കാനുള്ള. അതെ, ഇതിനകത്ത് ഒരു കിളീനെ അരാപ്പയ്മയ്ക്ക് കൊടുക്കാനുള്ളതാ. അതെ, സീരിയസ് ആയിട്ട് പറഞ്ഞാ. അതിനൊരു റീസൺ ഉണ്ട്. ആമസോൺ കാട്ടിൽ അരാപ്പയ്മ തിന്നുന്നൊരു കിളി ഇതിനകത്തുണ്ട്. അപ്പൊ അതിന് ഒരു വർഷത്തെ ഒരു പ്രാവശ്യമെങ്കിലും ആ കിളിനെ അരാപ്പയ്മയ്ക്ക് കൊടുക്കണം. ചീറ്റി പോയി കേട്ടോ. കയറിക്കോ, അകത്തോട്ട് കയറിക്കോ. അപ്പോൾ നമ്മൾ ഇവരെ പയ്യെ അകത്തോട്ട് കയറ്റുവാണ്. അതിനുശേഷമാണ് നമ്മൾ കിളികളെ അഴിച്ചു വിടാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ കിളിക്കൂടിൻ്റെ മഴ പെയ്യുമ്പോൾ ഉള്ള അവസ്ഥ. നമ്മുടെ കിളികളെ കാണിച്ചു തരുന്നത്. ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ടെർമിനാരിയയിൽ ഇരിക്കുന്ന കിളികളെ കണ്ടോ. ഇവർ മഴ പെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പം ഈ ഒരു മരത്തിലൊക്കെ കിളികളെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. കൈ വെക്കുവാണെങ്കിൽ എപ്പോൾ കടി കിട്ടുമെന്ന് ചോദിച്ചാൽ അത് വേണേ. ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഡയമണ്ട് ഡാവിൻ്റെ കൂടുണ്ടോ? ഫ്രീ ആയിട്ട് കൂടെ ഇടണം. നമ്മൾ ഫസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഡയമണ്ട് ഡാവിന് ഒരു കൂടിനകത്ത് ഇടാൻ വേണ്ടി പോകണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേട്ടൻ ഐസൊലേറ്റ് ചെയ്യാത്ത കിളിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇപ്പോൾ ഇവരെ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൂടിനകത്തേക്ക് ഇടും 2 ദിവസം. അതിനുശേഷം അവർക്ക് പനിയോ അസുഖങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിൽ തുറന്നു വിടും. ഇത് കണ്ടല്ലോ, നമ്മൾ സേഫ്റ്റിക്ക് കെട്ടിയേക്കുന്നതാണേ. തുറന്നിട്ടുണ്ട്. ഇതെല്ലാം അഡൾട്ട് ആയിട്ടുള്ള കിളികളാണ്. എന്നാ കാറ്റാണെന്നറിയോ, ഭയങ്കര കാറ്റാണ്. ഫസ്റ്റ് കിളി ഇതാണ് നമ്മുടെ ലോങ് ടൈൽ ഫിഞ്ച്. എന്നാ പിടിച്ചോ, നിങ്ങൾക്ക് ഒരു കിളിയെ പിടിക്കണമെന്നല്ലേ പറയാം. എന്നാ അതാണ് നമ്മുടെ ലോങ് ടൈൽ ഫിഞ്ച്. അതിനെ പറപ്പിച്ചു വിട്ടെ. അടിപൊളിയായിട്ട് പറക്കുന്ന കിളിയാണ് കേട്ടോ. ഒരു സുന്ദരനെ ഞാൻ പിടിച്ച് കാണിച്ചു തരാവേ. നെക്സ്റ്റ് നമ്മുടെ സെയിം ലോങ് ടൈലിൻ്റെ തന്നെ ഇത് ഫീമെയിലാണ് കേട്ടോ. ഞാൻ ഇതിനെ പറപ്പിച്ച് വിടാൻ വേണ്ടി പോകണം. ഭാഗം കാണണം. ഇത് കണ്ടോ, അവർ നല്ല അടിപൊളിയായിട്ട് പറക്കും. പുള്ളി അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. അയ്യോ, ഈ ഫിഞ്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഇതിനെ കാണാൻ നല്ല നമുക്കുണ്ടോ? ഇല്ലല്ലോ. ഇതാ മനാഫിയായിട്ട് പറഞ്ഞ വെറൈറ്റി കിളി വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊന്നും നോക്കിയില്ല, മേടിക്കാൻ പോയി. ഇതുപോലെ 4 എണ്ണം ഉണ്ട്. നോക്കി പറക്കുന്ന നോക്കി, എന്ത് ഭംഗിയായിട്ടാണ് പറക്കുന്ന നോക്കി. കണ്ടോ, നല്ല സേഫായിട്ട് നമ്മുടെ മരത്തിൻ്റെ ഇലയിൽ വന്നിരിക്കുവാണ്. എന്നാ രസമാണ് നോക്കി അതിരിക്കുന്ന കാണാനായിട്ട്. അവരിരിക്കുന്ന അടിയിൽ കാണിച്ചു കൊടുത്ത വെള്ളമാണേ. നമ്മുടെ തേൻകുരുവിയുടെ ഒക്കെ ഒരു ഷേപ്പാണ് കേട്ടോ. അതുപോലെയാണ് അവർ പറന്ന് നിൽക്കുന്നത്. അതുപോലെ ഇവർ മരത്തിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. മരത്തിൻ്റെ സെയിം കളറല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിൻ്റെ ഫീമെയിലിനെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫീമെയിൽ. ഇത് കണ്ടോ, ഇതാണ്. അയ്യോ,
പുള്ളിക്ക് ഭയങ്കര ഹാപ്പിയായി കേട്ടോ. പുള്ളി കണ്ടോ മരത്തിൻ്റെ ഇലയിൽ പോയി ഇരിക്കുന്നുണ്ടോ, എന്നെ രസമാണെന്ന് നോക്കി. പുള്ളി വിചാരിച്ചത് ഏതോ കാട്ടിൽ വന്ന് പെട്ടെന്നാണ് കേട്ടോ. കാരണം നോക്കുമ്പോഴേക്ക് നിറച്ച് മരവും വേറെ കിളികളുടെ സൗണ്ടും. നമുക്കിനി ഒരു വെറൈറ്റി സാധനം പിടിക്കാം. ഈ കിളിക്കൂട്ടിൽ ഇപ്പം നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഏറ്റവും വിലയുള്ള കിളീനെ നമ്മൾ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പം മേടിച്ചതിനകത്ത് കടിക്കാടാ ഏറ്റവും വെറൈറ്റി കിളി. ഇത് കണ്ടോ എങ്ങനെയുണ്ട് ഇതിനെ കാണാനായിട്ട്? ഇത് കണ്ടോ ഈ കിളിയുടെ വാലിന് നീളം കണ്ടോ? ഇതിൻ്റെ പേരാണ് പാരഡൈസ് വൈറ്റ്. ഈ കിളിയുടെ വില എത്ര അറിയോ? ചുമ്മാ ഗസ് ചെയ്തോ? 6000. അപ്പോൾ പറഞ്ഞ കറക്റ്റ് കൃത്യം. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്നിനും പിടിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും കൂടെ റിലീസ് ചെയ്യാം. ഇതാണ് 2B ഫിഞ്ച്. 2B ഫിഞ്ചിനെ ആർക്കാ വേണ്ടേ? അപ്പയ്ക്ക് കൊടുക്കും. 2B ഫിഞ്ചിനെ വിടലെന്ന് പറഞ്ഞോളൂ കേട്ടോ. നെക്സ്റ്റ് വാ. ആർക്കാ ലോങ് ഡെയിലിന് വേണ്ടേ? വിടല്ലേ? ഇല്ല. അടുത്ത ലോങ് ഡെയിലിന് ആർക്കാ വേണ്ടേ? ഞാൻ കിളിനെ പിടിക്കാൻ ശരിക്കും പഠിച്ചു കേട്ടോ. ഓക്കെ, മമ്മി അടുത്തന്നെ പിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 2B വാടാ. 2B വാടാ. 2Bനെ പിടിച്ചു. 2Bനെ പറപ്പിക്കല്ലേ? സൂപ്പർ. അത് പറന്നു പോയിട്ടുണ്ട്. ഇല്ല ഇനി തരത്തില്ല. ലോങ് ഡെയിൽ സ്റ്റാർ. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ അടുപ്പിച്ച് മമ്മി അടുപ്പിച്ച് പിടിച്ച് ഒരുമിച്ച് വിടാവേ. പൊക്കി വിടണം ഇച്ചിരി. റെഡി? 1 2 3. എല്ലാവരും 4 വഴിക്കാണ് പോകുന്നത്. നമ്മൾ ഇവരെ അഴിച്ചു വിടുമ്പോഴേക്ക് ആദ്യം നോക്കുന്ന കാര്യം ഇവർ കുളത്തിൽ പോയി വീഴുന്നുണ്ടെന്നാണ്. പക്ഷേ ഇവർക്ക് അറിയാം കേട്ടോ, ഇവർക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇനി ആർക്കെങ്കിലും വേണോ? ഫസ്റ്റ് അപ്പയ്ക്ക്. അപ്പയുടെ ഇതുണ്ടോ എന്നെ കിളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ? ഇത് മെയിലാണേ. എന്നാ ഞാൻ അറിഞ്ഞോണ്ട് വിട്ടാണ് കേട്ടോ. അപ്പം 5 എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എന്തിനാണ് ഈ കിളിയുടെ കാലയിൽ റിങ് കിടക്കുന്നത്. എന്ത് ഇതുണ്ടോ? നിങ്ങൾ ഇവൻ്റെ കാല് നോക്കുവാണെങ്കിൽ ഇതുണ്ടോ? സോറി, ഇവനല്ല, ഇവളാണ്. അവളുടെ കാലയിൽ ഒരു റിങ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കിളിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കിളിയുടെ കാലിൽ റിങ് ഇടുന്നത് എന്താണെന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. കിളിയുടെ കാലിൽ റിങ് ഇടുന്നത് എന്തിനാണ്? നീ എങ്ങനെയാണ് പഠിച്ചു? ഇന്ന് കാണിച്ച്. ഇതിൻ്റെ പേരെന്നറിയോ? നിന്നെ ഇഷ്ടമല്ല കിളിക്ക്, അതുകൊണ്ടാ. വിട്. കാരണം അവനും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കിളികളെ എല്ലാം അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ നമ്മുടെ കുളത്തിലൊരു കുഞ്ഞ് സാധനം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളിവിടെ ഒരു നീല ആമ്പൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തെ കുറേ പായൽ മാറ്റിയിട്ട് നമ്മളൊരു ആമ്പലിനെ വെച്ചിട്ടുണ്ട്. നല്ല പൂവ് ഉണ്ടാകുന്ന ആമ്പലാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കുറേ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഉണ്ടാവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അല്ലേ? പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കും. എന്തൊക്കെയാണ് സംസാരിക്കും നമുക്കറിയത്തില്ല. 5 വയസ്സും കേട്ടില്ലേ? കാത്തൂന്ന് വിളിക്കും. കാത്തൂന്ന് കറക്റ്റായിട്ടോ നീ നമ്മൾ വിളിക്കുന്ന സെയിം ഈണത്തിൽ പുള്ളിക്കാരെ വിളിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുപോലെ ഒരു ഫിഷിംഗ് വീഡിയോ നാളെ വൈകുന്നേരം കൃത്യം 5 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇസ്മി 7 സിറിയക്, പപ്പ, മമ്മി, ദേ കാത്തു, പിന്നെ ആണെങ്കിൽ ജിനോ ചാച്ചൻ, അഞ്ചു എല്ലാവരും ഉണ്ട് കേട്ടോ. പേരെന്നാ? നല്ല പേരാണല്ലോ. ചെറുതായിട്ട് നാണം വന്നു കേട്ടോ. അപ്പോൾ ഞാനിത് മേടിക്കാനൊരു കാര്യമുണ്ട്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ലാൻഡിങ് നെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ലാൻഡിങ് നെറ്റ് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ലാൻഡിങ് നെറ്റ് മേടിച്ചു. ഓ മൈ ഗോഡ്, കറക്റ്റ്. ഞാൻ പറയുമ്പോൾ വിടറേ. വിട്ടോ